ക്രിസ്തുവിൽ സഹോദരങ്ങളെ, 19 അധ്യായത്തിൻ്റെ 6-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ അറിയാതിരിക്കരുത്. ന്യായവിധി യെരൂശലേമിൻ്റെ മേൽ വന്നു, യഹൂദന്റെ ന്യായപ്രമാണ യുഗം അവസാനിച്ചു. ഇവിടെ ഇതാ ന്യായപ്രമാണ യുഗത്തിന് ശേഷം കാലം തികഞ്ഞു എന്ന് യോഹന്നാനും യേശുവും പറഞ്ഞ പുതിയൊരു കാലത്തിൻ്റെ പിറവി, ദൈവരാജ്യത്തിൻ്റെ പിറവി, വളർച്ചയുള്ള ദൈവരാജ്യത്തിൻ്റെ പിറവി, നീതിയുള്ള ദൈവരാജ്യത്തിൻ്റെ പിറവി, സുവിശേഷത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പിറവി ഇവിടെ ഇതാ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ആ രാജ്യം ഇന്ന് പരിധിയില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും കടുത്ത ഇടി മുഴക്കം പോലെയും മഹാപുരുഷാരത്തിൻ്റെ ശബ്ദം പോലെയും ജയത്തിൻ്റെ ഒരു വാക്ക് സ്വർഗത്തിൽ കേട്ടു. അതറിയാവുന്നവരൊന്ന് കരമുയർത്തി പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടാണ് താഴെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്തു. യേശു രാജ്യത്വം ഏറ്റെടുത്ത നാം പ്രവേശിച്ച ദൈവരാജ്യത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് മുഴുവൻ ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമായിരിക്കുക. രണ്ടാമത്തെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്, റോമർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഇതിൻ്റെ രണ്ടാമത്തെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നിന്ന് ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, സമാധാനവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ മൂന്നാമത്തെ കാര്യം കൂടെ ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളതിലേക്ക് കൊണ്ടുവരാം. ദൈവരാജ്യത്തിൽ നീതിയുണ്ട്, സമാധാനമുണ്ട്, പിന്നെ ആത്മാവിലുള്ള സന്തോഷം. ഉറക്കെ പറ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. മക്കളെ ചൊല്ലിയുള്ള സന്തോഷം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതുള്ള സ്ഥലം ഏതാണെന്നറിയാമോ? ദൈവരാജ്യമാണ്. അടുത്തിരിക്കുന്ന ആൾ ഈ രാജ്യത്ത് കയറിയിട്ട് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഒരാൾക്കൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞേ, ഈ രാജ്യത്തിൻ്റെ സന്തോഷം ഇതുവരെ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് അനുഭവിക്കാൻ പറഞ്ഞേ. ഒരാളുടെ മുഖത്ത് നോക്കിക്കൊണ്ടൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ടി വിയിലൂടെ കാണുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഈ രാജ്യത്തിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് പ്രകടമാകുന്നില്ലെങ്കിൽ ഇന്ന് പ്രകടമാകണം കേട്ടോ. കാരണം ഈ രാജ്യത്തിൽ മഹാസന്തോഷമാ. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന കൊടുത്തു. പോരാ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്, എൻ്റെ പൊന്നോ. ഇതൊന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ദൈവരാജ്യം പറഞ്ഞിടത്തെല്ലാം കർത്താവ് ഈ സന്തോഷത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ അന്നൊക്കെ വിട്ട് കുറച്ചെണ്ണം പറയട്ടായോ? ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിന് ഉപമ പറയുന്നിടത്തെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സങ്കടമില്ല, എല്ലായിടത്തും സന്തോഷമാണ്. മുത്ത് കണ്ടെത്തി മഹാസന്തോഷത്തോടെ വീട്ടിൽ പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് മുത്തുള്ള വയൽ വാങ്ങി. എത്ര പേര് കേൾക്കുന്നു? വയലിലൊരു നിധി കണ്ടെത്തി പോയി മഹാസന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് പോയി വന്ന് ആ വയലിലെ നിധി വാങ്ങി, നിധിയുള്ള വയൽ വാങ്ങി. ഇവിടെ എല്ലാം നിങ്ങൾ വായിക്കണം, അടിവരയിട്ട് ഒരു മഹാസന്തോഷമുണ്ട്. 100 ആടുണ്ടായിരുന്നേ, ഒരെണ്ണത്തെ കാണാണ്ട് പോയി. ദൈവരാജ്യം സംബന്ധിച്ചുള്ള ഉപമയാണ്, അറിയാവുന്നവർക്കറിയാം. ആടിനെ കണ്ടു കിട്ടിയപ്പം എന്നാ സംഭവിച്ചു? അയൽക്കാരെ വിളിച്ചു വരുത്തി, എൻ്റെ ഈ ആടെനിക്ക് നഷ്ടപ്പെട്ടതായിരുന്നു. സന്തോഷം തുടങ്ങി. ഇങ്ങോട്ട് നോക്ക, നിക്ക് പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 ദ്രഹ്മ ഒരു സ്ത്രീക്ക് കാണാതെ പോയി അല്ലേ? അടിച്ചുവാരി അവൾ ലൈറ്റ് ഇട്ടു, വിളക്ക് തെളിയിച്ചു, അടിച്ചുവാരി മുറി മുഴുവൻ വൃത്തിയാക്കി. എവിടെടാ എൻ്റെ 1 ദ്രഹ്മ കാണാതെ പോയത്? കണ്ടു കിട്ടിയപ്പോൾ എങ്ങനെയാ വായിച്ചത്? അയൽക്കാരെ വിളിച്ചു വരുത്തി മഹാസന്തോഷത്തിൻ്റെ വിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ ഉപമയാ പ്രിയരേ. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ മുടിയൻ, മറ്റവൻ പൊടിയൻ. ഓക്കെ, മുടിയൻ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്, എല്ലാം മുടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പൻ ദുഃഖത്തിലാണ്. പല നാളുകളായി വീടിൻ്റെ വരാന്തയിൽ മകനെ കാത്തിരിക്കുന്ന അപ്പൻ ഒരു സുപ്രഭാതത്തിൽ ആ മകൻ മടങ്ങി വന്നു. ദൈവരാജ്യത്തിലേക്ക് മകൻ പ്രവേശിച്ചു. ദൈവരാജ്യത്തിൻ്റെ രാജാവ് താടിക്ക് കയ്യും കൊടുത്തിരുന്നു എന്നാണോ? ദാസന്മാരെ വിളിച്ച് അറക്കടാ തടുപ്പിച്ച മൃഗത്തെ. ചേട്ടൻ പുള്ളി വന്നിട്ട് ചോദിക്കുക, എന്നതാ ഇത്ര ആഘോഷിക്കാൻ? നമുക്കല്ലേ അറിയൂ, ദൈവരാജ്യത്തിൽ ഇങ്ങനെ പൊന്നെ ആഘോഷവാ. അവിടെ പന്തലടിക്കാൻ നേരമില്ല. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം.
കുഞ്ഞുങ്ങളെ ചൊല്ലിയുള്ള സമാധാനം, കുഞ്ഞുങ്ങളെ ചൊല്ലിയുള്ള സന്തോഷം, സമ്പത്ത് വന്നു ചേർന്നതിൻ്റെ സന്തോഷം, ആരോഗ്യം വന്നതിൻ്റെ സന്തോഷം, ഓ രക്ഷ ലഭിച്ചതിൻ്റെ സന്തോഷം. എൻ്റെ യേശുവേ, ഓ ഇത് അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയ കർത്താവിനെ. സന്തോഷത്തോട് സന്തോഷം. ദൈവരാജ്യത്തിലാ നിങ്ങളെങ്കിൽ ഇത് മറക്കരുത്. ദൈവരാജ്യത്തിനകത്ത് കരച്ചിലും പല്ലുകടിയും നിരാശയും കഷ്ടമല്ലുള്ളത്. പിന്നെ എന്നാ ദൈവരാജ്യത്തിനകത്തുള്ളത്? നീതി, സമാധാനം. മൂന്നാമത്തെ ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച് സന്തോഷം. അടുത്തിരിക്കുന്ന ആൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ എന്ന് ഇപ്പം മുഖത്ത് നോക്കി അറിയാം. കടന്നല് കുത്തിയ പോലെ മുഖം കൊണ്ടായിരിക്കുന്നെങ്കിൽ ഓർത്തോണം, ദൈവരാജ്യത്തിൻ്റെ ആളെ അല്ല. ഹല്ലേലൂയ. എന്നാൽ എല്ലാത്തിൻ്റെ നടുവിൽ ആ കണ്ണ് നോക്കിക്കോണം. ആ കണ്ണിലോട്ട് നോക്കി വിടരുന്ന ഒരു പുഞ്ചിരി ആ മുഖത്തുണ്ടെങ്കിൽ, അടക്കാത്തൊരാവേശം ആ മുഖത്ത് പ്രകടമാകുന്നെങ്കിൽ ഓർത്തോണം, ആ വ്യക്തി ദൈവരാജ്യത്തിൻ്റെ വ്യക്തിയാ. കരമടിച്ചു യേശുവിന് ആരാധന. ഹല്ലേലൂയ. അടങ്ങാത്തൊരാനന്ദം മുഖത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിലാന്ന അല്ലേ? യെസ്. ഹല്ലേലൂയ. കാരണം ആ രാജ്യത്തിൽ കണ്ണീരില്ല, ആ രാജ്യത്തിൽ നിരാശയില്ല, ആ രാജ്യത്തിൽ ദുഃഖമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ രാജ്യത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ദൈവരാജ്യത്തെ കയറിയിട്ട് ഇത് അനുഭവിക്കാത്ത ഗതികേട്, ഹല്ലേലൂയ, അതുപോലൊരു ഗതികേട് വേറെയില്ല. ദൈവരാജ്യത്തെ കയറിയവരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അവർക്കിനി സമാധാനമാണ്. ഒന്ന് പറഞ്ഞേ, അവർക്കിനി സമാധാനമാണ്, അവർക്കിനി സന്തോഷമാണ്. അവരുടെ മേൽ ഇനി ദൈവത്തിൻ്റെ നീതിയാണ് പ്രസിദ്ധമാകുന്നത്. ഒന്ന് പറഞ്ഞേ, അവരുടെ മേൽ ഇനി, എൻ്റെ മേൽ ഇനി പ്രസിദ്ധമാകുന്നത്. ഓ ഹല്ലേലൂയ. ആരോ പറയുന്നു, ബ്രദറെ ചില ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്, ആഴ്ചയിലെ 4 ദിവസം ഞങ്ങൾ സന്തോഷിക്കും, അത് കഴിയുമ്പോൾ എന്നേലും ഒരു ദുഃഖ കാരണം അതുവഴി വന്നു കയറും. പിന്നെ അങ്ങോട്ട് നിരാശയാണ്. പന്തലിടുവെന്ന് ബ്രദർ പറഞ്ഞപ്പം വിശ്വസിച്ചു, പക്ഷെ ഇട്ട പന്തൽ കറുത്ത പന്തലായിപ്പോയി. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് ഏറ്റെടുത്തോണം, നിങ്ങൾ കയറിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ട്, ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. വേണമെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അയ്യോ, വെറുതെ പറഞ്ഞു എന്തിനാ നിങ്ങളോട് ഈ സമയമില്ലാത്ത സമയത്ത് എന്തിനാ ഈ വെറുതെ പറയുന്നത്? ലൂക്കോസ് 2:10, ദൂതൻ അവനോട് ഭയപ്പെടണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളെ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, മഹാസന്തോഷം. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിൻ്റെ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നാണ് 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ. 15-7 അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെ അയൽക്കാരെയും വിളിച്ചു വരുത്തി, എന്റെ കാണാതെ പോയതിരമ്മ എനിക്ക് കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. 15-32 നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരുന്നു, അതുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമത്രേ. അതുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിക്കേണ്ടിയത് ആവശ്യമത്രേ. കാരണം ദൈവരാജ്യത്തിലേക്ക് ആര് കയറിയോ, ദൈവരാജ്യത്തിൻ്റെ രാജാവായി യേശുവാകുന്ന മുത്തിനെ കണ്ട മുത്തുവ്യാപാരിയുടെ അവസ്ഥ കേട്ടിട്ടില്ലേ? പോയി മഹാസന്തോഷത്തോടെ അതുവരെ താൻ സമ്പാദിച്ചത് മുഴുവൻ വിറ്റിട്ട് യേശുവാകുന്ന ദൈവരാജ്യത്തിൻ്റെ മുത്തിനെ കിട്ടിയ ആ സന്തോഷത്തിൽ പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് പോയി ഈ വിലയേറിയ മുത്തു വാങ്ങി. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ മഹാനിധിയാകുന്ന യേശുവിനെ കണ്ടെത്തിയ ആ നിധിയുടെ കാര്യം വായിച്ചിട്ട്, വയലിലൊരു നിധി കണ്ടെത്തിയാറെ മഹാസന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ നിധിയുള്ള വയൽ വാങ്ങി. കരമടിച്ചു യേശുവിനാരാ. ഇതാ ഞാൻ പറഞ്ഞു ദൈവരാജ്യത്ത് കയറുന്നത് വരെ സങ്കടവും ദുഃഖവും, ഭാവി എങ്ങനെ,
വീട്ടിലെ കാര്യം എങ്ങനെയാ? ഹല്ലേലൂയ. മോളുടെ കാര്യത്തിൽ ഒരു സന്തോഷമില്ല ബ്രദറെ. എൻ്റെ ബ്രദറെ എന്നാ പറയാനാ? വീടിൻ്റെ കാര്യത്തിൽ ഒരു സന്തോഷമില്ല, മുറിക്കകത്ത് എങ്ങും ഒരു സന്തോഷം. ദൈവരാജ്യത്തിൽ കയറിയെന്ന അറിവിൽ ആ വീട്ടിലോട്ടൊന്ന് കാല് ചവിട്ടിക്കേ. ആ മുറി മുഴുവൻ മുഖം അങ്ങോട്ട് വിടരട്ടെ. കുറച്ച് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഇവിടെ എഴുന്നേക്കട്ടെ. നാട്ടിൽ കൂടെ പോകുമ്പം ആൾക്കാർ നിങ്ങളെ വിളിച്ച് ചോദിക്കാൻ പോവാ, ദൈവരാജ്യത്തിലാ അല്ലേ? ദൈവരാജ്യത്തിലാ അല്ലേ? അല്ലേ പിന്നെ ഇങ്ങനെ ചിരിക്കാൻ പറ്റിയല്ല. പല ചിരിയും കണ്ടിട്ടുണ്ട്, പല സന്തോഷം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു സന്തോഷം പുറത്ത് കണ്ടിട്ടില്ല. ഈ ദൈവരാജ്യത്ത് ആൾക്കാർ നിങ്ങളോട് ചോദിക്കാൻ പോവാ. ആൾക്കാർ നിങ്ങളോട് ചോദിക്കുക, എൻ്റെ തോമസേ ഇത്രയും വലിയ സന്തോഷം. അയ്യോ, ഇത് ദൈവരാജ്യത്തിലായോണ്ടാ കേട്ടോ. ഹല്ലേലൂയ. എന്നതാ ഇത്രയും സന്തോഷം? എന്നതാ ഇത്രയും സന്തോഷം? എന്നതാ ഇങ്ങനെ ഒരു നീ ഒന്ന് കരയുന്നത് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ കരുക്കൾ നീക്കിയിട്ടാ നിന്റെ വീട്ടിൽ അത് സംഭവിച്ചത്. എന്നിട്ടും നീ ചിരിച്ചു നിൽക്കുകയാണ്. എടാ, നീ ഒരുക്കിയത് പുറത്തും, എൻ്റെ സമാധാനം അകത്തുവാ മോനെ. ഇത് വേറെയാ. ഇത് വേറെയാ. ആരെല്ലാം എന്നെല്ലാം നിങ്ങൾക്ക് വിരോധമായി കരുക്കൾ നീക്കിയാലും ഈ മഹാസന്തോഷത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങളെ ഇറക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റുകയില്ല. വേണ്ടിയവര് മാത്രം സ്വീകരിച്ചു ഇതിനകത്ത് അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ആരാ ഏറ്റെടുക്കുന്നേ? ധൈര്യമായിട്ട് വെല്ലുവിളിച്ചു പറ. മന്ത്രവാദി മന്ത്രവാദം ചെയ്യട്ടെ, ആഭിചാരകൻ ആഭിചാരം ചെയ്യട്ടെ, അപവാദം പറയുന്നവൻ അപവാദം പറയട്ടെ, ദോഷം പറയുന്നവൻ ദോഷം പറയട്ടെ. പക്ഷെ ഇതിന്റെ നടുവിൽ നിലക്കാത്ത ആനന്ദവും അടങ്ങാത്ത സന്തോഷവുമായി വാഴുവാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. ബോധ്യമുണ്ട്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഇതിന്റെ നടുവിൽ വാഴുവാൻ യേശുവേ എന്ന് വിളിച്ച് തുടങ്ങട്ടെ. സന്തോഷം തുടങ്ങട്ടെ. ഞാൻ പറയട്ടെ മോനെ, ഒന്ന് പറയട്ടെ. ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നതുണ്ടെങ്കിൽ ഇന്ന് ദൈവരാജ്യം ആ വിഷയത്തെ വിഴുങ്ങാൻ പോവാ. ഇന്ന് ദൈവരാജ്യം ആ വിഷയത്തെ വിഴുങ്ങാൻ പോവാ. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത് എത്ര വേറുറപ്പിച്ച് വാഴുന്ന വിഷയമായാലും ദൈവരാജ്യം ഇന്നതിനെ വിഴുങ്ങാൻ പോവാ. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞു, എൻ്റെ കാര്യമായി പറയുന്നേ, ഞാനത് വിശ്വസിക്കുക. അത് ഒരു കേസാണെങ്കിൽ അതിൻ്റെ മേളിൽ സമാധാനം വാഴുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഏത് വിഷയമാണ് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നതിനെ ദൈവരാജ്യം വിഴുങ്ങും. ഇന്നതിനെ ദൈവരാജ്യം വിഴുങ്ങും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന് പുറത്തെ ഇതൊക്കെ ഉള്ളൂ. ദൈവരാജ്യത്തിനകത്തുള്ള മൂന്ന് കാര്യം നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞു: നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. മടിക്കാണ്ട് പറഞ്ഞു: നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇത് കുറഞ്ഞ ഒന്നിനെ നിങ്ങളുടെ വീട്ടിൽ കയറ്റിയേക്കല്ല. ഹല്ലേലൂയ.
ഏതെങ്കിലും പ്രാർത്ഥനക്കാരൻ 10 കൊല്ലമായിട്ട് പോരാട്ടവും ബന്ധനവും പറഞ്ഞ് നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് തിരിച്ചറിഞ്ഞോണം അമ്മ, ഇന്ന് തിരിച്ചറിഞ്ഞോണം. അത് വലിയ കപടതയാണ്, അത് വലിയ പൈശാചിക തന്ത്രമാണ്. യേശു ക്രിസ്തുവിൽ ഞാനായിരിക്കുന്ന രാജ്യത്ത് പോരാട്ടവും ബന്ധനവും ഉണ്ടെന്നല്ല വായിച്ചത്, നീതിയും സമാധാനവും സന്തോഷവുമുണ്ട്. ഇതൊരു വലിയ തിരിച്ചറിവ്, ഇതൊരു വലിയ തിരിച്ചറിവ്. ഇത് ലഭിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു ലഹരിയായി ഇത് ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതൊരു ലഹരിയായി ഇത് ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറ, എൻ്റെ യേശുവേ. പോരാ പോരാ, ഉറക്കെ പറ, എൻ്റെ യേശുവേ, ഞാൻ ഈ മഹാസന്തോഷത്തിലോട്ട് ഇറങ്ങുക. മഹാസന്തോഷത്തിലോട്ട് ഇറങ്ങുക. ബ്രഹ്മ കണ്ടു കിട്ടിയ പെണ്ണിന്റെ സന്തോഷം, മകനെ കിട്ടിയ അപ്പന്റെ സന്തോഷം, മൂത്ത് കണ്ടു കിട്ടിയ മൂത്തു വ്യാപാരിയുടെ സന്തോഷം, നീതി കണ്ടെത്തിയ കർഷകന്റെ സന്തോഷം, ആടിനെ തിരിച്ചു കിട്ടിയ ഇടയന്റെ സന്തോഷം, ആ സന്തോഷം ഇന്ന് എൻ്റെ മേൽ പ്രവേശിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തൊന്ന് അടിച്ചോണ്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ഇന്നിവിടെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയരെ, തുടങ്ങി എനിക്ക് കാണാൻ കഴിയുന്നു. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ വീടുകളിലേക്ക് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, എനിക്ക് ആരുമില്ലെന്ന് ബോധ്യമുണ്ടോ? എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കൈവച്ച് സ്വീകരിച്ചോ. നിങ്ങളുടെ തലമേൽ ആരും കൈവെക്കാൻ വരണ്ട, നിങ്ങൾ തന്നെ ഇപ്പൊ കൈവച്ചോ. പ്രത്യേകിച്ച് TV-യിലൂടെ കാണുന്നവര് ഇങ്ങനെ കൈവച്ചോണ്ട് പറയുക, ഇതിനകത്ത് ഇങ്ങനെ ചേർന്ന് പറയുക, ഇതിനകത്ത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമല്ലാതെ മറ്റൊന്നിനും മടിക്കാതെ പറയുക, മറ്റൊന്നിനും ഇതിന്റെ മേൽ വാഴുവാൻ അധികാരമില്ല. ഹല്ലേലൂയ. വല്ലതും കയറി വരുമ്പം അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്, എന്നാ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിയേക്കരുത്. യേശു ക്രൂശിലെടുത്ത ജയത്തിന്റെ ആഘോഷം കോട്ടയം തിരുനക്കര മൈതാനിയിൽ ഒക്ടോബർ 10, 11, 12 തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ബ്രദർ സജിത് ജോസഫ് ശുശ്രൂഷിക്കുന്നു. യോഗാനന്തരം വാഹന സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9847 389 389. നിങ്ങളിന്ന് സൗഖ്യമാകുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇത് പോരാട്ടം ബന്ധനമൊന്നും അല്ല. മോളെ തിരിച്ചു പറ, ഇങ്ങോട്ട് വാ. ഞാൻ ദൈവരാജ്യത്തിലാന്ന് പറഞ്ഞേ മോനെ. ഇന്ന് അമ്മയെ എഴുന്നേപ്പിച്ച് നടത്തിക്കൊണ്ട് പോണ്ടേ നമുക്ക് മിടുക്കിയായിട്ട്? ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവരാജ്യത്തില. എനിക്ക് പോരാട്ടമില്ല. പിന്നെ എന്നാ ആദ്യം ഉണ്ടെന്ന് പറഞ്ഞേ? ഇന്നങ്ങോട്ട് ഉറപ്പിച്ചോ. യേശുവേ അങ്ങ് വിളിച്ചോ. കർത്താവേ, ഈ കൈക്ക് അങ്ങോട്ട് ബലം വരട്ടെ, ഈ കാലിലങ്ങോട്ട് ജീവൻ വരട്ടെ. മിടുക്കിയായിട്ട് ഇന്ന് എഴുന്നേറ്റ് നടക്കണം യേശുവിൻ്റെ നാമത്തിൽ. മിടുക്കിയായിട്ട് ഇന്ന് ഓടി നടക്കണം കർത്താവിൻ്റെ നാമത്തിൽ. ചേച്ചി ഒന്നിങ്ങോട്ട് വിശ്വസിച്ചേ. എല്ലാവരും ഇങ്ങോട്ടൊന്ന് കൈ നീട്ടിക്കേ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മകൾ പ്രവേശിച്ചിരിക്കുന്ന ദൈവരാജ്യം അത് തളർച്ചയുടെ രാജ്യമല്ല, അത് വളർച്ചയുടെ രാജ്യമാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരു മനസ്സോടെ കൽപ്പിക്കുന്നു, ഈ മകൾ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ സൗഖ്യമാവട്ടെ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. ആ തളർന്ന കാലൊന്ന് വെച്ചേ. ആ തളർന്ന കാലൊന്ന് വെച്ചേ. ആ കാലൊന്ന് വെച്ചേ. മിടുക്കിയായിട്ടൊന്ന് വെച്ചേ. ഒന്ന് നടന്നേ. മിടുക്കിയായിട്ടങ്ങോട്ട് ഓടിക്കേ. മിടുക്കിയായിട്ടങ്ങോട്ട് നടന്നേ. തളരുകയില്ല, വളരുകയുള്ളൂ, തളരുകയില്ല. യേശു ക്രൂശിലെടുത്ത ജയത്തിന്റെ ആഘോഷം കോട്ടയം തിരുനക്കര മൈതാനിയിൽ ഒക്ടോബർ 10, 11, 12 തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ബ്രദർ സജിത് ജോസഫ്
ശുശ്രൂഷിക്കുന്നു. യോഗാനന്തരം വാഹന സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9847 389 389. കർത്താവേ, ഇതെൻ്റെ പ്രാർത്ഥനയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ മക്കളും അറിയട്ടെ, ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത യഹൂദൻ അയോഗ്യനായി മാറിയപ്പം അയോഗ്യനായിരുന്നവനെ അരങ്ങൊഴിപ്പിച്ചിട്ട് ഒരു യോഗ്യതയുമില്ലായിരുന്ന ഞങ്ങളെ യോഗ്യരാക്കി അവിടുന്ന് തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഫലം കൊടുക്കേണ്ടതിന് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന വചനപ്രകാരം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൽ 100 മേനി ഫലം കൊടുക്കാൻ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. അതിൻ്റെ പ്രാധാന്യത്തിൽ, അതിൻ്റെ പ്രാവീണ്യത്തിൽ ഓരോ വീടുകളിലേക്കും അത് വ്യാപരിക്കട്ടെ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.